أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ബഹുമാനികളായ പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, 96ാമത്തെ ജംഇന്റെ ക്ലാസ്സാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം ഇജ്തിഹാദ്. മുജ്തഹിദിന് വേണ്ട നിർബന്ധമായ കാര്യങ്ങളും ഷർത്തായ കാര്യങ്ങളും നമ്മൾ പ്രതിപാദിച്ചു. അതിന്റെ ബാക്കി തുടരട്ടെ. വൽ യബ്ഹസ് അനിൽ മുആരിളി, മുആരിള ഏതെല്ലാം കാര്യങ്ങളുണ്ടോ, എതിർത്തു നിൽക്കുന്ന കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളെ തൊട്ടും അവൻ ചർച്ച ചെയ്യട്ടെ മുജ്തഹിദ്. മുആരിളായ കാര്യങ്ങൾ ഏതുപോലെ എന്ന് ചോദിച്ചാൽ കൽ മുഖസ്സിസി, തഖ്സീസാക്കുക. ഒരു ആമുണ്ടെങ്കിൽ ആ ആമിനെ തഖ്സീസാക്കുമ്പോൾ മുആരിളായില്ലേ, മുത്തലഖ് ഉണ്ടാവും, മുഖയ്യദ്, മൻസൂഖ് ഉണ്ടാവും, നാസിഖ്. ഇത്തരം മുആരിളായ കാര്യങ്ങളെ തൊട്ട് ചർച്ച ചെയ്യണം. ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ട് ഒരിക്കലും ഒരു മുജ്തഹിദിന്റെ വാജിബല്ലെങ്കിലും സുന്നത്തായിട്ട് വരും. വഅനിൽ ലഫ്ളി ഹൽ മഅഹു ഖരീനത്തുൻ, അതുപോലെ തന്നെ ഒരു ലഫ്ള്, ആ ലഫ്ളിന്റെ കൂടെ ഖരീനത്തുണ്ടോ എന്നതിനെ കുറിച്ചും ചർച്ച ചെയ്യട്ടെ. ഖരീനത്ത് എന്ന് പറഞ്ഞാൽ തസ്രിഫു അല്ലാഹിരിഹി, ആ ലഫ്ളിന്റെ ലാഹിറിനെയും വിട്ട് മറ്റൊന്നിലേക്ക് തെറ്റിക്കുന്നതായ ഖരീനത്ത് വല്ലതും അവിടെ ഉണ്ടോ എന്നും ചർച്ച ചെയ്യട്ടെ. ഐ മിനൽ ഖരീനത്തി സ്വാരിഫത്തി, ലാഹിറിനെയും വിട്ട് തിരിക്കുന്നതായ ഖരീനത്തിനെ കുറിച്ച് ചർച്ച ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? ലി യസ്ലമ മാ യസ്തംബിതുഹു, അദ്ദേഹം ഗവേഷണം ചെയ്തുകൊണ്ട് എടുക്കുന്ന ആ വസ്തു, ആ കാര്യം രക്ഷപ്പെടാൻ വേണ്ടി. എന്തിനെ തൊട്ട്? അന്തറുക്കൽ ഖദശ് ഇലൈഹി, ഗവേഷണം ചെയ്തിട്ട് കിട്ടിയ ആ കാര്യത്തിലേക്ക് വല്ല തെറ്റുകുറ്റങ്ങൾ വന്ന് ചേരും, മുട്ടിപ്പോവും. അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോ ലൗലൻ യബ്അസ്, അദ്ദേഹം ചർച്ച ചെയ്തിട്ടില്ല എങ്കിൽ അങ്ങനെ അപകടം വരും. അങ്ങനത്തതായ ഒരു പിഴവുകൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യണം എന്ന് പറയുന്നത്. വഹാദ ഔല, ഈ പറഞ്ഞതാണ് ഔല. ഏത് പറഞ്ഞത്? മുആരിദിനെ തൊട്ട് ചർച്ച ചെയ്യുക എന്നുള്ളത് ഔലയാണ്. അല്ലാന്തല്ല, ലാ വാജിബ്, നിർബന്ധമല്ല. ചർച്ച ചെയ്യേണ്ടതല്ല. അമ്രിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അമ്രിന് ലാമുണ്ട്. അസ്ലെന്ന വാജിബ് വുജൂബിനല്ല വരേണ്ടത്. ഇവിടെ വുജൂബില്ല, ഔലയുള്ളൂ എന്ന് മനസ്സിലാക്കുക. എന്തിനാ ഔലയാക്കി വുജൂബില്ല എന്ന് പറയാൻ കാരണം യുവാഫിഖമാ തഖദ്ദമ, മുമ്പ് പറഞ്ഞതായ ഒന്നിനോട് യോജിച്ചു വരാൻ വേണ്ടി. ഇത് എന്താ മുമ്പ് പറഞ്ഞത്? മിൻ അന്നഹു യതമസ്സകു ബിൽ ആം, ആം കൊണ്ട് അവൻ പിടിച്ചു നിൽക്കണം. ഖബൽ ബഅസി, ചർച്ച ചെയ്യുന്നതിന് മുമ്പ്. അനിൽ മുഖസ്സിസി, അവിടെ മുഖസ്സിസ് ഉണ്ടോ ഇല്ലേ എന്ന് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആമുണ്ടെങ്കിൽ ആ ആമ് കൊണ്ട് പിടിച്ചു നിൽക്കാമെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അവിടെ പല അഭിപ്രായങ്ങളുമുണ്ട്. അലൽ അസഖി, ബലപ്പെട്ട അഭിപ്രായത്തിൽ അങ്ങനെയാ, അതാണ് മുമ്പ് പറഞ്ഞു പോയത്. ഒമിൻ നിക്കായത്തി ഹാദൽ ഖിലാഫ് ബിൽ ഹസി അൻ സാരിഫി സ്വീഖത്തി ഇഫ്അൽ അനിൽ വുജൂബി ഇലാ ഗൈരിഹി. ഒമിൻ നിക്കായത്തി ഹാദൽ ഖിലാഫ് ഫിൽ ബഅസ്, ഈ പറഞ്ഞ ഖിലാഫിനെ ഇക്കാദ് ചെയ്യലും മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ട്. ഫിൽ ബഅസി, ചർച്ചയിൽ. എന്തിനെ കുറിച്ചുള്ള ചർച്ച? അൻ സാരിഫി സ്വീഖത്തി ഇഫ്അൽ, ഇഫ്അൽ എന്ന് പറയുന്ന അംറിന്റെ സീഗ, ആ സീഗ തിരിക്കുന്നതിനെ തൊട്ട്. എന്തിനെ തിരിക്കുക? ഇവിടെ എന്തിനെ തൊട്ട് തിരിക്കുക? അനിൽ വുജൂബി, വുജൂബിനെ തൊട്ട്. ഇഫ്അൽ, നീ ചെയ്യുന്ന വുജൂബല്ല അസ്ല് വേണ്ടത്, ആ അസ്ല് ലാഹിറതാ. ആ ലാഹിറിനെയും വിട്ടുകൊണ്ട് ഇഫ്അൽ എന്ന് പറയുന്ന സീഗ തെറ്റിച്ചു, തിരിച്ചു വിട്ടു. ഇലാ ഗൈരിഹി, വുജൂബ് അല്ലാത്തതിലേക്ക് തിരിച്ചു. അങ്ങനെ തിരിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചയുള്ള ഖിലാഫും ഉദ്ധരിച്ചു പോയിട്ടുണ്ട്. അതാണ് മുമ്പ് പറഞ്ഞത്. അത്തരം കാര്യങ്ങളോട് യോജിച്ചു വരണമെങ്കിൽ ഇവിടെ വുജൂബല്ല, വാജിബല്ല, ഔലയാണെന്ന് വെക്കുക. വഹക്കാഹു ബഅദും, ഈ ഖിലാഫിനെ ചില പണ്ഡിതന്മാർ ബി കുല്ലി മുആരിദിൻ, എന്തെല്ലാം മുആരിദുണ്ടോ, മുആരിദായിട്ട് വരുന്ന ഏതെല്ലാം ഉണ്ടോ അതിലൊക്കെ ഈ ഖിലാഫ് അവർ ഉദ്ധരിച്ചു വെച്ചിട്ടുമുണ്ട്. ഇങ്ങനെയാണ് ചർച്ചയെക്കുറിച്ച് ഉള്ളതായ നിവാരണം. ദൂനഹു ഐ ദൂനൽ മുജ്തഹിദിൽ മുതഖദ്ദിമി, മുമ്പ് പറഞ്ഞ മുജ്തഹിദുണ്ട്, ആ മുജ്തഹിദിന്റെ താഴെ പടിയിലുള്ള ആളാണ്. മുമ്പ് പറഞ്ഞ മുജ്തഹിദ് ഏതാ? വഹുവൽ മുജ്തഹിദുൽ മുത്ലഖ്, മുജ്തഹിദ് മുത്ലഖാണ് മുമ്പ് പറഞ്ഞത്. ആ മുജ്തഹിദ് മുത്ലഖിന്റെ താഴ്ന്ന പടിയിലാണ് ആര്? മുജ്തഹിദുൽ മദ്ഹബി, മദ്ഹബിൽ നിന്നുകൊണ്ട് ഗവേഷണം നടത്തുന്ന ആള്. മറ്റാള് മദ്ഹബ്, മുജ്തഹിദുൽ മുത്ലഖ് മദ്ഹബ് ഉണ്ടാക്കുന്ന മഹാനാണ്. അതാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്ത് പോയത്. ഇവിടെ ആ മദ്ഹബ് ഉണ്ട്, ആ മദ്ഹബ് സ്വീകരിച്ചുകൊണ്ട്
ആ മദ്ഹബിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യുക? ഇജ്തിഹാദ് നടത്തുക. ആ മുജ്തഹിദുൽ മദ്ഹബ് എന്ന് പറഞ്ഞാൽ അത് അൽ മുതമക്കിനു മിൻ തഖ്രീജിൽ വുജൂഹില്ലത്തി യുബ്ദിഹ, ചില വജൂഹുകളെ പുറപ്പെടുവിക്കുവാൻ കഴിയുന്ന ആള്. എങ്ങനത്തെ വജൂഹുകളെ? ആ വജൂഹുകളെ വെളിവാക്കുക അലാ നുസൂസി ഇമാമി ബിൽ മസായിലി, മസ്അലകളിൽ ആ മദ്ഹബിന്റെ ഇമാമ് നസ്സായി പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാവും. അത്രയും നെസ്സുകളുടെ മേലില് വജുഹുകളെ വെളിവാക്കുക. ആ വെളിവാക്കുന്ന വജുഹുകളെ പുറപ്പെടുവിക്കുവാൻ കഴിവുള്ള ഒരാളാണ് മദ്ഹബിലെ മുജ്തഹിദ്. അപ്പോ മദ്ഹബിലെ ഇമാമ് വ്യക്തമാക്കി വെച്ച, നസ്സാക്കി വെച്ച കാര്യങ്ങൾ ഉണ്ടാവും. അത്തരം കാര്യങ്ങളുടെ മേലിൽ ഈ അഹ്കാമുകളെ എന്തായി വെളിപ്പെടുത്തിയിട്ട് കൊണ്ടുവരാൻ കഴിവുള്ള ഒരാള്. അവ നെസ്സിന്റെ മേലിൽ ഈ വജൂഹുകളെ പുറപ്പെടുവിക്കുക എന്ന് പറഞ്ഞ അർത്ഥം ആ നെസ്സുകളിൽ നിന്ന് എന്ത് ചെയ്യുക? ഈ വജൂഹുകളെ കണ്ടെത്തുക, വിധി കണ്ടെത്തുക. ഇമാമിന്റെ നെസ് അവിടെ ഉണ്ടൊരു മസ്അലയിൽ, ഇവിടെ കാണില്ല. അപ്പൊ ആ നെസ്സുമെന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാ. ഇങ്ങനെയൊക്കെ ചെയ്യാം. ഇമാമ് എന്തായി ഒരു കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, നസ്സാക്കി പറഞ്ഞു. ആ നസ്സാക്കി പറഞ്ഞതായി ഒന്നിന്റെ മേലിൽ ഇമാം ഒന്നും മിണ്ടാ നിൽക്കുന്ന ഒരു മസ്അലയുണ്ടാവും. ആ മസ്അല നമുക്ക് ഖിയാസാക്കുക. എന്തുകൊണ്ട് ഖിയാസാക്കേണ്ടി വന്നു? ലി വജൂദി മഅന മാ നസ്സ അലൈഹി ഫീമാ സകത അൻഹു. ഇവിടെ ഇമാം ഒന്നും പറയാത്ത ഈ മസ്അലയിൽ എന്താണോ അവിടെ പറഞ്ഞതായിരിക്കുന്ന നസ്സിന്റെ മാന എന്താണോ അത് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ആ നസ്സിൽ നിങ്ങോട്ട് തഖ്ലീജ് ചെയ്തിട്ട് മസ്അല ഇങ്ങോട്ട് കൊണ്ടുവരിക. ഇതേ ഒരു രീതി ഉണ്ടാക്കി തീർക്കുന്ന ഒരാളാണ്, അതിനുള്ള കഴിവുള്ള ആളാണ് മദ്ഹബിലെ മുജ്തഹിദ് എന്നർത്ഥം. ദൂരഹു, ഇനി ഈ മദ്ഹബിലെ മുജ്തഹിദിന് താഴെയാണ് ഐദൂന മുജ്തഹിദുൽ മദ്ഹബി, മദ്ഹബിലെ മുജ്തഹിദിന്റെ താഴെയാണ് മുജ്തഹിദുൽ ഫുത്തിയ, ഫത്വ നൽകാൻ കഴിവുള്ള ആള്. ഇന്നത്തെ മുഫ്തിമാരല്ല, യഥാർത്ഥ മുഫ്തി മുജ്തഹിദ് തന്നെയാണ്. ആ മുഫ്തി എന്താ? ഫത്വ നൽകാൻ കഴിവുള്ള മുജ്തഹിദ് മൂന്നാമത്തെ മുജ്തഹിദാണ്. അപ്പൊ മുത്ലഖ മുജ്തഹിദ്, മുഖയ്യദ മുജ്തഹിദ്, മദ്ഹബിലെ മുജ്തഹിദ് എന്നൊക്കെ പറയാം. ഇനി ഫുത്തിയ മുജ്തഹിദ് അത് അൽ മുതബഖിറു മിൻ മദ്ഹബി ഇമാമിഹി, തന്റെ ഇമാമിന്റെ മദ്ഹബ്, ഏതൊരു മദ്ഹബാണോ അയാൾ സ്വീകരിച്ചത് എങ്കിൽ ആ ഇമാമിന്റെ മദ്ഹബ്, ആ മദ്ഹബിൽ അയാള് സമുദ്രമായിരിക്കണം, നല്ല വിവരമുള്ള ആളായിരിക്കുക. ഇതാണ് ഫുത്തിയ, ഫത്വ കൊടുക്കാൻ കഴിവുള്ള മുജ്തഹിദ് എന്ന് പറഞ്ഞ. അൽ മുതമക്കിനു, അതായത് നല്ല അറിവുണ്ടാവുക, അറിവുള്ളതോടൊപ്പം തന്നെ അൽ മുതമക്കിനു മിൻ തർജീഹി ഖൗലിൻ ലഹു അല ആഖറ അത്ലഖഹുമാ, രണ്ട് ഖൗല് ഇവിടെ ഇമാമ് ഒന്നും പറയാതെ മുത്തലഖാക്കി കൈതൊന്നും കൊടുക്കാതെ ഇട്ടിരിക്കുകയാണ്. രണ്ട് ഖൗലുണ്ട് ഇവിടെ. ഈ രണ്ട് ഖൗലിന് ഏതൊരു ഖൗലിനെയാണോ തർജിയാക്കാൻ കഴിവുള്ളത് മുഫ്തിക്ക്, ആ ആളാണ് ഫത്വയുടെ മുജ്തഹിദ് എന്ന് പറയുന്നത്. അങ്ങനെ ഫത്വ കണ്ടെത്താൻ കഴിവുള്ള ആളായിരിക്കുക. വസഹീഹു, ഇനി സഹീഹായ അഭിപ്രായം ജവാദു തജസ്സുഇൽ ഇജ്തിഹാദി, ഇജ്തിഹാദിനെ അംശയിക്കാനും പറ്റും. എല്ലാത്തിലും ഇജ്തിഹാദ് ചെയ്തോളാം എന്നില്ല, ചില വിഷയങ്ങളിൽ ഇജ്തിഹാദ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയെന്ന് ചോദിച്ചാല് ബി അൻ തഹസ്സുല ലി ബഅദിൻ നാസി, ചില ജനങ്ങൾക്ക് ഉണ്ടാവുക ഖുവ്വത്തുൽ ഇജ്തിഹാദി, ഗവേഷണം ചെയ്യാനുള്ള ശക്തി ഉണ്ടാവുക, ഫി ബഅദിൽ അബ്വാബി, എല്ലാ ബാബിലുമില്ല, ഫിഖിന്റെ എല്ലാ മേഖലകളിലുമില്ല, ചില ബാബുകളിൽ ചില അധ്യായങ്ങളിൽ മാത്രമേ ഗവേഷണം ചെയ്യാനുള്ള കഴിവുണ്ടാവും. ചില വിഷയത്തിൽ നല്ല മാഹിറാന്നൊക്കെ നമ്മൾ പറയുമല്ലേ, എന്നതുപോലെ ചില ബാബുകളിൽ നല്ല ഗവേഷണം ചെയ്യാനുള്ള കഴിവുണ്ടാവും. അങ്ങനെ ഉണ്ടാവുന്നതിന് വിരോധമില്ല. അതിന് ഉദാഹരണമായി പറയാമെങ്കിൽ ഫറായിദിന്റെ ഏതൊരു മസ്അലയും അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പുല്ല, അയാൾക്ക് നിഷ്പ്രയാസം ചെയ്യാൻ കഴിയും. അത്തരം വിഷയങ്ങളൊക്കെ ചില മസ്അലകൾ കഴിവുണ്ടാവുക ഇജ്തിഹാദിന് പറ്റും. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ യഅലമ അതില്ലത്തുഹു, അതിന്റെ തെളിവ് അയാൾക്ക് അറിയാൻ കഴിയും. ബിസ്തിഖറാഇൻ മിൻഹു, ആ ലക്ഷ്യത്തിൽ അതില്ലത്തിൽ നിന്ന് അയാൾ എന്താവെന്ന് പറയുമ്പോൾ തെളിവ് പരിശോധിച്ചിട്ട് അയാൾക്കത് അറിയാൻ കഴിഞ്ഞു. ആവിൻ മുജ്തഹിദി കാമിലിൻ, അല്ലെങ്കിൽ കാമിലായ ഒരു മുജ്തഹിദ് ഇവിടെ ഉണ്ടല്ലോ, ആ മുജ്തഹിദിൽ നിന്ന് അയാൾ പരിശോധിച്ചിട്ട് അയാൾക്ക് അറിയാൻ കഴിഞ്ഞു. ഇങ്ങനെ തെളിവോ മുജ്തഹിദോ ഇങ്ങനെ രണ്ടിൽ നിന്ന് പരിശോധിച്ചിട്ട് കിട്ടുന്ന അറിവ്. അത്തരം അറിവ് വെച്ച് നോക്കുമ്പോൾ ഫറായിദ് പോലത്തെ ചില ബാബുകളിൽ ഗവേഷണം ചെയ്യാനുള്ള കഴിവ് ഇയാൾക്കുണ്ടാവാനോ അതിന് വിരോധമില്ല. എന്നിട്ട് പോയി ഒന്നുറ ഫീഹ,
ആ തെളിവുകൾ നോക്കുകയും ചെയ്യുക. അങ്ങനെ നോക്കിയിട്ട് പിന്നെ ആ തെളിവുകളൊക്കെ എന്തെന്ന് പരിശോധിച്ച് മനസ്സിലാക്കിയെടുത്തിട്ട് അയാൾക്ക് ഗവേഷണം ചെയ്തിട്ട് വിധി പറയാം, അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. ഖൗലുൽ മാനി പറ്റൂല എന്ന് പറഞ്ഞ അവിടെ വാക്ക് യഹ്തമിലു സാധ്യമാകുന്നുണ്ട് അയ്യകൂന ഫീമാലം യഅലമുഹു മിനൽ അദില്ലത്തി, ദലീലുകളിൽ നിന്ന് അയാൾക്ക് അറിയാൻ കഴിയാത്തൊരു കാര്യത്തിൽ മുആരിദുൻ ലിമാ അലിമഹു, അയാൾക്ക് അറിഞ്ഞതായ ഒരു കാര്യത്തിനോട് എതിർക്കുന്ന ഒരു കാര്യം അയാൾക്ക് അറിയാത്ത കാര്യത്തിൽ ഉണ്ടാവാൻ എഹ്തിമാലുണ്ട്. ബിഖിലാഫി മൻ അഹാത്ത ബിൽ കുല്ലി, ബിൽ കുല്ലി എല്ലാം കൊണ്ട് അറിയുന്ന ആളേക്കാൾ അയാൾക്കെതിരായിട്ട് വയൻദുറ ഫീഹി ആ കാര്യത്തിലൊക്കെ അയാൾ നോക്കുകയും ചെയ്യും. ഇങ്ങനെ നോക്കാനും എല്ലാവിധ അറിവുമുള്ള ഒരാളാണെങ്കിൽ അയാൾക്കെതിരെ അയാളെ കുറിച്ച് പറയാനില്ലല്ലോ എന്ന് പറഞ്ഞ ഈ കൗലുണ്ടല്ലോ ബഈദുൻ ജിദ്ദൻ, അത് വളരെയധികം വിദൂരത്താണ്, അത് അത്ര പ്രസക്തിയുള്ള കൗലല്ല എന്നർത്ഥം. അപ്പൊ പറ്റും തന്നെ. സഹീഹോ സഹീഹായ അഭിപ്രായം, ഇനി നബിതങ്ങൾക്ക് മുജ്തഹിദാവാൻ പറ്റുമോ പറ്റൂലേ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള ചർച്ച. ജവാദുൽ ഇജ്തിഹാദി ലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഹബീബായ നബിതങ്ങൾക്ക് ഗവേഷണം ചെയ്യാൻ പറ്റും. വഖൂഉഹു അങ്ങനെ ഗവേഷണം സംഭവിച്ചിട്ടുമുണ്ട്. അതിന് തെളിവിൽ ഖൗലിഹി തആല അല്ലാഹുവിന്റെ വാക്കന്നെയാ, മാ കാന ലി നബിയിൻ അൻ തകൂന ലഹു അസ്റാ ഹത്താ യുസ്ഖിന ബിൽ അർദ് അഫല്ലാഹു അൻക ലിമൻ അദിൻത ലഹും എന്ന് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഉത്തിബ അലസ്തിബ്ഖാഇ ബദർ, ബദറില് യുദ്ധത്തടവുകാരായി പിടിക്കപ്പെട്ട ആളുകളെ അവശേഷിപ്പിക്കല്ല തേടി ബിൽ ഫിദായി ദണ്ഡം ചെയ്യൽ കൊണ്ട് അവിടെ എന്ത് ചെയ്യുന്നറിയാമോ, ബദറില് യുദ്ധത്തടവുകാരായി പിടിക്കപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു, അവരെ അവിടെ അവശേഷിപ്പിക്കുന്നതിന്റെ മേലിൽ ആക്ഷേപിക്കപ്പെട്ടു. അലൽ ഇതിനി ലിമൻ ലഹറ നിഫാഖുഹും ഫി തഹല്ലുഫി അൻ ഗസ്വതി തബൂക്ക്, തബൂക്ക് യുദ്ധത്തിൽ പിന്തി, ആ പിന്തിയ കാരണത്തിൽ അവർക്ക് കാരണമുള്ള നിഫാഖാണെന്ന് വെളിപ്പെട്ടു. ആ നിഫാഖാണെന്ന് വെളിപ്പെട്ടപ്പോൾ അത്തരം ആളുകൾക്കും നബിതങ്ങൾ സമ്മതം കൊടുത്തു. ഇങ്ങനെ ഫിദ കൊണ്ട് എന്ത് ചെയ്യുക, ഫിദാവ് കൊണ്ട് ഇസ്തിബ്ഖ നടത്തുക, ബദൽ യുദ്ധത്തടവുകാരെ പിടിച്ചതും നിഫാഖ് വെളിവായ ആളുകൾക്ക് എന്ത് ചെയ്യുന്നറിയാമോ, സമ്മതവും കൊടുത്തു പിന്തുന്ന കാര്യത്തിൽ. ഇങ്ങനെ ആ കാര്യത്തിൽ ആക്ഷേപിക്കപ്പെട്ടു. വാസ്തവത്തിൽ വലാ യകൂനുൽ ഇതാബു, ഇവിടെ ഈ ആക്ഷേപം ഉണ്ടാവുകയില്ലല്ലോ, ഫീമാ സദുറൻ വഹയ്യൻ, ഒരു വഹയിനെ തൊട്ടുണ്ടായതല്ല ഇത്. പിന്നെയോ ഫയകൂനു അൻ ഇജ്തിഹാദിൻ, അതുണ്ടായത് നബി അങ്ങനെ ഗവേഷണം ചെയ്തിട്ട് കിട്ടിയ ആ ഗവേഷണത്തിലാണ്. അപ്പോൾ ഇവിടെ നബിക്ക് ഗവേഷണം പറ്റുന്നു മനസ്സിലായി, അത് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് സ്വഹീഹ്. ഖീല സ്വഹീഹിന്നതിൽ പറയുന്നു യംതനിഉ ലഹു, നബിക്ക് അത് പറ്റൂല, ഇജ്തിഹാദ് പറ്റൂല, അത് മുംതനിയാവും. കാരണം ലിഖുദ്റതി അലൽ യഖീനി, ഉറപ്പുണ്ടല്ലോ നബിക്ക്, ഇവിടെ തന്നെയല്ലേ കിട്ടുള്ളൂ, നബിക്ക് യഖീനിൽ കഴിവുണ്ടല്ലോ. എന്തുകൊണ്ട് തലക്കിമിനൽ വഹയ്യ്, നേരെ അള്ളാഹു എന്ന് മലക്ക് മുഖാന്തരം വഹി കിട്ടും. ആ വഹി കണ്ടുമുട്ടൽ കൊണ്ട് യഖീനുണ്ടല്ലോ. അതെങ്ങനെ തലഖീ ബി അൻ യന്തദിറഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വഹിനെ പ്രതീക്ഷിച്ചിരിക്കന്നെ, അവ യഖീനാകും. വൽ ഖാദിറു അലൽ യഖീനി ബിൽ ഹുക്മി, ഒരു വിധിയിൽ ഉറപ്പിന്റെ മേൽ കഴിവുള്ള ആള്. ലാ യജൂദു ലഹുൽ ഇജ്തിഹാദു ജസ്മൻ, ഉറപ്പായിട്ടും അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പാടില്ല, ഗവേഷണം ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പൊ നബിക്ക് എന്തായി, യഖീന്റെ മേൽ കഴിവുണ്ട്, ഒരു വിധി കിട്ടാൻ വഹയ്യ വരും. അപ്പൊ നബിക്ക് എന്തല്ല, ഇജ്തിഹാദ് പറ്റൂല എന്നല്ല വരിക. വറുദ്ദ തട്ടിവിട്ടു ബി അന്ന ഇൻസാൽ വഹി, വഹി ഇറക്കുക എന്നുള്ളത് ലൈസ ബി ഖുദ്റതി, അത് നബിന്റെ കഴിവിൽപ്പെട്ടതല്ല, അത് അള്ളാഹ് തീരുമാനിക്കുമ്പോൾ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരാണ്. അത് ഏൽക്കാൻ പറ്റുന്ന ഒരാളായിട്ട് നബി അള്ളാഹു തആല തെരഞ്ഞെടുത്തു, അള്ളാന്റെ പണിയാ. അല്ല അള്ളാന്റെ നബിന്റെ കഴിവിൽപ്പെട്ടതാ വഹി കൊണ്ടിരല് ഇറക്കലല്ലോ. അതിന് മറുപടി അങ്ങ് കൊടുത്തു കഴിഞ്ഞു. അപ്പൊ സാലിസുഹ, ഇനി മൂന്നാമത്തെ ഒരു അഭിപ്രായം അൽ ജവാസു വൽ വുഖൂഉ, ഇജ്തിഹാദ് പറ്റും, സംഭവിച്ചിട്ടുമുണ്ട്, ബിൽ ആറായി അഭിപ്രായങ്ങളിൽ, വൽ ഹുറൂബി യുദ്ധങ്ങളിൽ, ഫഖത്ത് അത്രേ പറ്റുള്ളൂ.
ഐ വൽമന്നുബി വൈരിഹ, ഈ പറഞ്ഞ ആറാവും അതുപോലെ തന്നെ ഹുറുവും ഇതല്ലാത്തതിൽ പറ്റൂല. അത് ജംഅം ബൈനൽ അദില്ലത്തി സാബിഖത്തി, മുമ്പ് പറഞ്ഞ ആയത്തുണ്ടല്ലോ ഹദീസ് തെളിവ്, അതിന്റെ ഇടയിൽ ജമ്മാക്കിയതിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത്. വസ്സവാബു, യഥാർത്ഥം അന്ന ഇജ്തിഹാദു സല്ലല്ലാഹു അലൈഹി വസല്ലമ, പറ്റുമെന്ന് വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇജ്തിഹാദ് പഴക്കോ ലാ യഖ്തിഉ പഴക്കൂല. തൻസീഹൻ ലി മൻസിബിൻ നുബുവത്തി അൽ ഖതീബിൽ ഇജ്തിഹാദി, നുബുവത്തിന്റെ സ്ഥാനത്തെ പരിശുദ്ധപ്പെടുത്തിയില്ലേ, എന്തിനെ തൊട്ട്? പരിശുദ്ധപ്പെടുത്തിയതിനു വേണ്ടിയിട്ടാണ്. ഇജ്തിഹാദിൽ പഴക്കലിനെ തൊട്ട് നുബുവത്തിന്റെ സ്ഥാനത്തെ പരീക്ഷിച്ചു. അപ്പൊ നുബുവത്തിന്റെ സ്ഥാനം ഉണ്ടായത് കൊണ്ട് ഇജ്തിഹാദ് നബിക്ക് പിഴവ് സംഭവിക്കില്ല, അത് നബിനെ പരിശുദ്ധമാക്കി. വക്കീല, പറയപ്പെട്ടിട്ടുണ്ട് ഖദി യഖ്തിഉ, ഇജ്തിഹാദ് പറ്റുന്നു വന്നാൽ പിഴക്കും ചിലപ്പോൾ. വലാക്കിൻ, എങ്കിലും യുനബ്ബിഹു അലൈഹി സരിയൻ, വേഗം അതിന്റെ മേൽ നബി ഉണർത്തും. എന്തുകൊണ്ട്? ലിമാ തഖദ്ദമ ആയത്തേനി, രണ്ട് ആയത്തിൽ മുമ്പ് പറഞ്ഞല്ലോ ആ കാര്യത്തിന് വേണ്ടി. വലി വശാഅത്തി ഹാദൽ ഖൗല്, ഇത്തരം ഖൗലുകൾ ആകെ വ്യാപകമായി ചെയ്തു. ഇങ്ങനെ വ്യാപകമായി വന്നതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്തത്? അബ്റൽ മുസന്നിഫ് സവാബ്, സവാബ് എന്നാണ് ഇബാറത്തിട്ടത്. യഥാർത്ഥം അതാണ്. അപ്പൊ അതിനെതിരെ പറയുന്നുണ്ടല്ലോ, അപ്പൊ ഈ കീഴിലാണ് വ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. വലസഹു, ബലപ്പെട്ട അഭിപ്രായം അന്നൽ ഇജ്തിഹാദ ജായിസും ബി അസ്രിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഇനി നബിന്റെ കാലത്ത് ഇജ്തിഹാദ് പറ്റോ പറ്റൂല എന്നല്ലേ? പറ്റും. വക്കീല, പറയപ്പെട്ടിട്ടുണ്ട് ഇല്ല പറ്റൂല. ലിൽ ഖുദ്റത്തി അലൽ യഖീനി ബിൽ ഹുക്മി ബി തൽഖീഹി മിൻഹു, വഹിയിൽ നിന്ന് നേരിട്ട് കൊണ്ട് തന്നെ നബിക്ക് എത്തിക്കാൻ കഴിയുന്നത് കൊണ്ട് വിധിയിൽ ഉറപ്പുണ്ട്. ആ ഉറപ്പിന്റെ മേൽ നബിക്ക് കഴിവുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഇജ്തിഹാദ് നടത്തുന്ന കാലത്ത് വേണ്ട. വഴുത്തിരുത, ഈ പറഞ്ഞതിനെ എതിർക്കപ്പെട്ടു. ബി അന്നോ, നിശ്ചയമാണ്ടും കാര്യം ലൗകാന ഇന്ദഹു വഹയും വിദാലിക, അത്തരം വിഷയത്തിൽ അള്ളാഹുവിന്റെ വഹിയെ നബിന്റെ അടുക്കൽ ഉണ്ടായിരുന്നുവെങ്കിൽ ലബല്ലഹുൽ ലിന്നാസി, അത് ജനങ്ങൾക്ക് ആരംഭ വിധങ്ങൾ എത്തിച്ചു കൊടുക്കുമായിരുന്നേനെ. അത് കൊടുത്തിട്ടില്ലല്ലോ. അപ്പൊ ഇത് മനസ്സിലാണ് എന്താണ് ഇജ്തിഹാദ് പറ്റും എന്നല്ലേ. മൂന്നാമത്തെ ജായിസാണ്, പറ്റും. ഇതിനിഹി, നബിന്റെ അനുമതി പ്രകാരം സ്വരീഹൻ, വ്യക്തമായിട്ട് അനുമതി കിട്ടണം, എന്നാ പറ്റും. കീല, പറയപ്പെട്ടിട്ടുണ്ട് സ്വരീഹെന്ന് വേണമെന്നില്ല, ഓ വൈറ സ്വരീഹൻ, സ്വരീഹ അല്ലാതെ കിട്ടിയാലും മതി. അതെങ്ങനെ? സക്കത്ത അമ്മൻ സാലോ അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊരു കാര്യത്തെ കുറിച്ച് ചോദിച്ചു. അങ്ങനെ ഭർത്താവ് ചോദിച്ചുമ്പോ അതിന് മറുപടി പറയാതെ നബിതോടിരുന്നു. അല്ലെങ്കിൽ ആ വഖാ മിൻഹു, അങ്ങനെ നീ സംഭവിച്ചു. അപ്പൊ ഇങ്ങനെ വരാം, ഈ രണ്ടാം രൂപത്തിൽ വരാം. അത് ശരീഅട്ടോ ശരീഅ അല്ലാതെ എന്ത് വരാം? സമ്മതമാണോ എന്നാ പറ്റും. ഫഇല്ലം യഅ്ദൻ, ഇജ്തിഹാദ് നബിതങ്ങൾ സമ്മതം കൊടുത്തില്ലെങ്കിലോ പല പറ്റൂല. അത് മൂന്നാം കൗല്. വറാബിയുഹ, നാലാം കൗല് ജായിസുൽ ബഈദ് അൻഹു, നബിയെയും തൊട്ട് അകലെയുള്ള കാര്യത്തിലൊക്കെ പറ്റും. ദൂനൽ ഖരീബി, അടുത്തുള്ള കാര്യത്തിലൊന്നും ഇജ്തിഹാദ് പറ്റൂല. ലിസുഹൂലത്തി മുറാജാത്തി, അടുത്താവുമ്പോ പിന്നെന്താന്നറിയാം, അടുത്തുള്ളതൊക്കെ ആവുമ്പോ വേഗം പോയി വരാനും മടങ്ങാനൊക്കെ എളുപ്പം കഴിയുമല്ലോ, ദൂരാകുമ്പോ കഴിയില്ലല്ലോ. അതുകൊണ്ട് ദൂരമുള്ള കാര്യത്തിൽ ഇജ്തിഹാദ് നടത്താമെന്ന് നാലാം കൗല്. വഹാമിസുഹ ജായിസുൻ ലിൽ വുലാത്തി, അഞ്ചാമത്തെ കൗല് പറയുന്നത് ഭരണാധികാരികൾക്ക് എന്ത് പറ്റും? ഇജ്തിഹാദ് പറ്റും. ഹിഫ്ളൻ മൻസിബിഹിം, അവർക്കുള്ള അധികാര സ്ഥാനത്തെ സൂക്ഷിച്ചതിന് വേണ്ടി. എന്തിനെ തൊട്ട്? ലഹും, അവർക്കുള്ളതായ അധികാരം, അവർക്കുള്ള അധികാരത്തിന് വല്ല ചുരുക്കങ്ങൾ സംഭവിക്കും. അതായത് ഭരണീയർ എന്ത് ചെയ്യും? ഈ ഭരണകർത്താക്കളെ ചുരുക്കമായിട്ട് കാണും. അത്തരം ചുരുക്കങ്ങളെ തൊട്ട് അവരുടെ സ്ഥാനം ഉണ്ടായത് കൊണ്ട് സൂക്ഷിക്കണം. അതുകൊണ്ടാണ് അവർക്ക് ഇജ്തിഹാദ് പറ്റും എന്ന് പറഞ്ഞത്. ലൗ ലം യജുസ് ലഹും, അവർക്കെങ്ങാനും ഇജ്തിഹാദ് പറ്റൂല എങ്കിൽ ജനങ്ങൾ അവരെ മോശമായിട്ട്, അവരെ ഒരു ചുരുക്കമായിട്ടൊക്കെ കാണും. അതില്ലാതിരിക്കണമെങ്കിൽ കഴിവ് കാണും. ഇജ്തിഹാദ് പറ്റുന്നു വരണം. എങ്ങനെയാ ഇന്തിഖാസ്, ഈ ചുരുക്കം വരല്? ഇസ്തിൻഖാസ് നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അവര് പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നുള്ള മുറാജാഅത്ത് നടത്തുക. ഫീമാ യഖൂലുഹും ഫീ ഖിലാഫി ഗൈരി, ഫീമാ യഖൂലുഹും, അവർക്ക് സംഭവിച്ചൊരു കാര്യമുണ്ട്. അത്തരം കാര്യത്തിൽ ഹബീബായ നബി തങ്ങളോട് പോയിട്ട് മുറാജാഅത്ത് നടത്തണം. ആ മുറാജാഅത്ത് നടത്തൽ കൊണ്ട് എന്തായി വരും? ഇവർക്കൊരു ചുരുക്കം സംഭവിക്കും. അപ്പൊ അത് വരാതിരിക്കണമെങ്കിൽ ഇവരെന്ത് വേണം? ഗവേഷണ യോഗ്യരായിരിക്കണം എന്നർത്ഥം. ബി ഖിലാഫി ഗൈരിഹിം,
ഭരണാധികാരികൾ അല്ലാത്തവർക്ക് എതിര് ഓൽക്കേ പറ്റുള്ളൂ, ഇവർക്ക് പറ്റില്ല. ഓൽ അസഖു അൽ ജവാസ്, ജവാസ് എന്ന് പറ്റും എന്ന അഭിപ്രായ പ്രകാരം അസഖ് അന്നുഹു വക്ക അങ്ങനെ സംഭവിച്ചിട്ടുമുണ്ട്. വക്കീലല്ല, സംഭവിച്ചിട്ടില്ല എന്ന് മറ്റൊരു അഭിപ്രായം. സാലിസുക, അതിൽ മൂന്നാമത്തെ അഭിപ്രായം പറയണത് ലം യഖറിൽ ഹാദിരി ഫി ഖത്രി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ ഭാഗത്ത് ഹാജരാക്കുന്നുണ്ടായിട്ടില്ല. ബി ഖിലാഫി ഗൈരി, നബി തങ്ങളുടെ ഭാഗത്ത് ഹാജരാവാത്ത ആളാണെങ്കിലോ ഉണ്ട്, ഹാജരാക്കുന്നത് കിട്ടൂല. അപ്പൊ ഹാജരായ ആൾക്ക് ഈജിക്കാൻ സംഭവിച്ചിട്ടില്ല, ഹാജരാവാത്ത ആൾക്കെതിരെ അവർക്ക് സംഭവിച്ചു എന്ന് പറയുന്നത്. റാബിയുഹ, നാലാമത്തെ ഖൗല് അൽ വഖഫ്, ഒന്നും പറയണില്ല. അൽ ഖൗലി വിൽ വഖുഇ വ അദമിഹി, വഖു ഉണ്ടെന്നോ ഇല്ല എന്നോ എന്ന ഖൗലിനെ പറ്റി പറയണല്ല ഉണ്ടാക്കുക. വസ്തദല്ലാൽ വഖുഇ, സംഭവിച്ചു എന്നതിന്റെ മേല് മുസ്തദില് ദലീൽ പിടിച്ചു. ബി അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഹക്കമ സഅദ് ബിൻ മുആദ്, സഅദ് ബിൻ മുആദ് എന്ന് പറയുന്ന സ്വഹാബിയെ നബി തങ്ങൾ വിധികർത്താവാക്കി. ഫി ബനി ഖുറൈള, ബനി ഖുറൈളക്കാരിൽ. ഫഖാല, അങ്ങനെ അദ്ദേഹം അഥവാ ബനു ഖുറൈളക്കാരില് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു വിധിച്ചു. തഖ്തുലു മുഖാതിലതുഹും, അവരിൽ ആരൊക്കെയാണോ കൊല്ലുന്ന ഘാതകരെങ്കിൽ അവരെ കൊന്നു കാണാൻ നബിയെ. ഓ തസ്ബീദരിയത്തും, അവരുടെ മക്കളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അറസ്റ്റ് ചെയ്യുക, യുദ്ധത്തടവുകാരായിട്ട് പിടിച്ചെടുത്തോളിയും, അതിനുള്ള ആളുകളൊക്കെ നിങ്ങൾ കൊന്നു കളഞ്ഞോളിയും എന്ന് റസൂലുള്ള റസൂലുള്ളാഹിയുടെ മുന്നിൽ വെച്ച് വിധികർത്താവായി ബഹുമാനപ്പെട്ടവർ പറഞ്ഞു. അത് ഇജ്തിഹാദല്ലേ. അപ്പൊ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലമ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ലഖദ് ഹക്കംത ബിഹിം ബിഹുക്മില്ലാഹ്, അല്ലാഹു തആലയുടെ വിധി പ്രകാരം തന്നെ ബനൂ ഖുറൈളക്കാരിൽ സഅദെ താങ്കൾ വിധിച്ചല്ലോ. ഈ സംഭവം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. വഹുവ ലാഹിറുൻ, ഈ പറഞ്ഞ സംഭവം വെളിവായതാണല്ലോ, എല്ലാവർക്കും തിരിയും. ഫി അന്ന ഹുക്മുൻ ഇജ്തിഹാദ്, ഇജ്തിഹാദിനെ തൊട്ട് മഹാനവറുകൾ വിധിച്ചതാണ് ഈ വിധി, അല്ലാതെ ആയത്തോദിച്ചിട്ടുള്ളതല്ല, മുബ്രാഹിന്ന് മനസ്സിലാക്കിയിട്ട് വിധിച്ചതാ. അപ്പൊ റസൂലുള്ളാഹിന്റെ കാലത്ത് സംഭവിച്ചല്ലോ, സ്വഹാബിയാണ്, റസൂലുള്ളാഹിന്റെ കാലമാണ്, അന്ന് തന്നെ സംഭവിച്ചിട്ടുണ്ട്. മസ്അലത്തുൻ, ഇതൊരു മസ്അലയാണ്. അൽ മുസീബു മിനൽ മുഖ്തലിഫീന. ഇപ്പൊ നമ്മള് ഇജ്തിഹാദിനെ കുറിച്ചുള്ള ചർച്ചകളാണ് ഇത്രയും നടത്തിയത്. ഇനി ഇജ്തിഹാദ് നടത്തി കഴിഞ്ഞാൽ വിഭിന്നങ്ങളായിരിക്കുന്ന ആളുകളിൽ ഫിൽ അഖലിയാത്തി, അഖലിയായ ദലീലുകളിൽ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യങ്ങളാ. അത്തരം കാര്യങ്ങളിൽ ഗവേഷണം നടത്തി വിഭിന്ന ഗവേഷണക്കാരായി മാറിയിട്ടുണ്ടെങ്കിൽ യഥാർത്ഥം എത്തിച്ച ആൾ എല്ലാവരും കൂടിയാണോ? അല്ല, വാഹിദ്, ഒരാൾ മാത്രമാണ്. ഈ അഖലിയാത്തില് വിഭിന്നമായ മുജ്തഹിദുകളുടെ കൂട്ടത്തിൽ നിന്ന് ഹക്കുമായി ബന്ധിച്ച ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ, അയാളാണ് യഥാർത്ഥക്കാരൻ. എന്തുകൊണ്ട്? ഇത് തഅയ്യീനിൽ വാഖി, യഥാർത്ഥത്തിൽ ഹക്കവിടെ വെളിപ്പെട്ടു വ്യക്തമായി. അതുകൊണ്ട് ഏതുപോലെയൊക്കെ ഹുദൂസിൽ ആലം, ഈ പ്രപഞ്ചം പുതുതായി ഉണ്ടായതാണ്. സുബൂത്തുൽ ബാരി, അല്ലാഹു തആല ഉണ്ട്. സിഫാത്തി, അല്ലാഹു തആലക്ക് സിഫാത്തുണ്ട്. ബിഅസത്തുർ റുസുലി, ആമ നബിയെ, ദൂതന്മാരെ അല്ലാഹു തആല പറഞ്ഞയച്ചിട്ടുണ്ട്. എന്നിത്യാദി കാര്യങ്ങളൊക്കെ അഖലിയായ ദലീൽ കൊണ്ട് സ്ഥിരപ്പെട്ടു. ഗവേഷണം നടത്തി ഇത്തരം യാഥാർത്ഥ്യത്തോട് ആര് യോജിച്ചു വന്നോ അയാളാണ് യഥാർത്ഥക്കാരൻ. വനാബിൽ ഇസ്ലാം കുല്ലിഹി ഔ ബഅദിഹി, കുല്ലായിട്ടോ അല്ലെങ്കിൽ ബഅദായിട്ടോ ഇസ്ലാമിനെ നിഷേധിച്ച ഒരാള്. ഏതുപോലെയൊക്കെ നാഫി ബിഅസത്തി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങളുടെ നബിയായി നിയോഗിക്കുന്ന കാര്യത്തെ നിഷേധിക്കുന്നവനെ പോലെ. എങ്കിൽ അയാളെ കുറിച്ച് എന്ത് പറയാം? മുഖത്തിഉൻ ആസിമുൻ കാഫിറുൻ, അയാൾ പിഴച്ചുപോയി, കുറ്റക്കാരനായി, ഇസ്ലാം എന്ന് പുറത്തുപോയി. എന്തുകൊണ്ട്? അന്നകൂലം യുസാദിബിൽ ഹക്ക, യഥാർത്ഥത്തോട് അയാൾ യോജിച്ചു വന്നിട്ടില്ല, തന്നെ കാരണം. ഖാലൽ ജാഹിദു വൽ അംബരിയു, ജാഹിദ് ഇമാമും അംബരി ഇമാമും പറയുന്നു, ലാ യഅ്സമുൽ മുജ്തഹിദു, ഗവേഷകൻ കുറ്റക്കാരനാവുകയില്ല, ബിൽ അഖലിയാത്തി, അഖലിയായ കാര്യങ്ങളിൽ. അൽ മുഖ്തിഉ ഫീഹാ, അഖലിയായ കാര്യങ്ങളിൽ എന്ത് ചെയ്യുന്നറിയാമോ? പിഴച്ചു. അങ്ങനെ പിഴച്ചതായിരിക്കുന്ന മുജ്തഹിദ് കുറ്റക്കാരനാവുകയില്ല. ലിൽ ഇജ്തിഹാദി, അയാൾ ഗവേഷണം ചെയ്തല്ലോ, ആ കാരണം കൊണ്ട് കുറ്റക്കാരനാവാത്തത്. ഖീല, പറയപ്പെട്ടിട്ടുണ്ട്, മുത്ലഖൻ നിലക്ക് കുറ്റക്കാരനാവില്ല എന്നാണ്.
വക്കീല പറയപ്പെട്ടിട്ടുണ്ട് ഇങ്കാന മുസ്ലിമൻ ആണ് മുസ്ലിമാണെങ്കിൽ എന്താകൂല കുറ്റക്കാരനാകൂല. ഫഹുവ അപ്പോൾ ഈ മുജ്തഹിദ് ഇൻദഹുമ ഈ രണ്ട് കീലക്കാരുടെയും അടുക്കൽ മുഖത്തികുൻ പിഴച്ച ആളാണ്, ഒരു ആസിമിൻ കുറ്റക്കാരനാവില്ല. ഇങ്ങനെയാണ് വക്കീല പറയപ്പെട്ടിട്ടുണ്ട്. സാദൽ അംബരിയു അംബരി ഇമാം ഒന്ന് കൂടുതലാക്കിയിട്ടുണ്ട്. അല നഫീൽ ഇസ്മി കുറ്റം ഇല്ല എന്നതിന്റെ മേലിൽ അംബരി ഇമാം ഒന്ന് കൂടുതലാക്കി പറഞ്ഞത് കുല്ലും മിനൽ മുജ്തഹിദീന ഫീഹ അഖലിയായ കാര്യങ്ങളിൽ ഗവേഷണം ചെയ്ത എല്ലാവരും മുസീബുൻ ഒരു യഥാർത്ഥക്കാരാണ് എന്നാണ് അവർ കൂടുതലാക്കി പറഞ്ഞത്. വഖദ് ഉഖിയൽ ഇജ്മാ എന്നാൽ ഇവിടെ ഇജ്മാഇനെ ഉദ്ധരിക്കപ്പെടുന്നു. അലാ ഖിലാഫി ഖൗലിഹിമ ഇവർ രണ്ടുപേരും പറഞ്ഞ ഖൗലിനെതിരായിട്ട്, അതായത് ജാഹിലി ഇമാമും അംബരി ഇമാം ഈ രണ്ടാൾക്കാരും പറഞ്ഞ് നേരെതിരായിക്കൊണ്ട് ഇജ്മാ ഉണ്ട്. ഖബില ളുഹൂരിഹിമ ഇവർ രണ്ടുപേരും പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇവര് പറഞ്ഞ ഖൗലിന് എതിരായി മുമ്പേ ഇജ്മാ ഉണ്ടെന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. യഥാർത്ഥക്കാർ ഒരാളുള്ളൂ, എല്ലാരും കൂടി യഥാർത്ഥക്കാരല്ല. അമ്മൽ മസ്അലത്തുല്ലത്തി ലാ ഖാതിയ ബിഹാ എന്ന് പറയുന്ന വിഷയമാണ് ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് തുടങ്ങാനുള്ളത്. അപ്പോ ഈ ക്ലാസ് ഇവിടെ തൽക്കാലം നിർത്തട്ടെ. അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ, തെറ്റുകുറ്റങ്ങൾ പുറത്തു മാപ്പാക്കട്ടെ. ഇനിയും തുടർന്നുകൊണ്ട് ക്ലാസ് എടുക്കാനും പഠിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.